ചിക്കനൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കഴുകുന്നുണ്ട്. ഇന്ന് ചെറിയൊരു വിശേഷമുള്ളൊരു ദിവസമാണല്ലോ. ഉണ്ടാക്കാൻ പോകുന്ന വിഭവം കുറച്ച് സ്പെഷ്യലാണ്. ചിക്കൻ മഞ്ചൂരിയൻ. ആള് നമുക്ക് അത്ര വശമില്ല, പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ പരിചയപ്പെടുന്നത്. ചിക്കൻ നന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്തു. അത്യാവശ്യം ചെറുതല്ല വലുതും അല്ലാത്ത കഷ്ണങ്ങളായിരുന്നു. പിന്നെ ലെഗ് പീസ് അങ്ങനെ അനക്കിയില്ല, അത് നമുക്ക് അങ്ങനെ തന്നെ വേണം. ക്ലീനാക്കി വെച്ച ചിക്കനിലേക്ക് ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലവർ, മൈദപ്പൊടി, സോയാ സോസ്, ആവശ്യത്തിന് കുരുമുളക് പൊടിയും, പിന്നെ കുറച്ചുകൊണ്ട് ലെമൺ ജ്യൂസും, പിന്നെ ഒരു മുട്ടയും കൂടെ ആവാം. പക്ഷേ എനിക്കതിൻ്റെ ആ ഫ്ലേവർ വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ മുട്ട യൂസ് ചെയ്തില്ല. വേണ്ടവർ അത് യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കട്ടെ. ഞാനൊരു മണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പാനിൽ ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ ചിക്കൻ പീസുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു. മൊത്തം ഇതിൽ കൊണ്ടില്ല, 2 സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടി വരും. ഫുൾ ഫ്ലെയിമിൽ ഒരു സൈഡ് 2 മിനിറ്റും പിന്നെ മറിച്ചിട്ട് രണ്ടാമത്തെ സൈഡ് 2 മിനിറ്റും അങ്ങനെ തന്നെ വേവിച്ചു. മറ്റ് സിമ്മിലിട്ട് ആദ്യം തന്നെ വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിക്കനിന് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ചിക്കനെല്ലാം വെന്ത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് അതേ പാനിൽ തന്നെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്ന വരയ്ക്കും വാട്ടി ഒണിയൻ പ്രത്യേക തരത്തിൽ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് ഞാൻ അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ, കീറിയില്ല. എന്നിട്ട് നന്നായിട്ട് വഴറ്റി. ഇത് ഭയങ്കര പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ടൊമാറ്റോ പേസ്റ്റ് രൂപത്തിൽ അരച്ചതും ഉപ്പും, അത് കഴിഞ്ഞ് ക്യാപ്സിക്കം എല്ലാമായിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി. അത്യാവശ്യം ഇതൊക്കെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് സോയാ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, പാകത്തിന്. അത് നമുക്കറിയാമല്ലോ, അതങ്ങോട്ട് ഇട്ടാൽ മതി. അളവൊന്നും പറഞ്ഞു തരാൻ പ്രത്യേകിച്ച് എനിക്കറിയില്ല. ഇനി മസാല ഇടുകയാണ്. മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത്യാവശ്യത്തിന്, അത് നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ കുരുമുളകാണ് ഇടുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ സെറ്റായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മൾ സാധാ മുളക് പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അമ്മ സാധാ ചില്ലിയും പിന്നെ കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് അത്യാവശ്യം കളറും ഉണ്ടാവും, എരിവും ഉണ്ടാവും. അത് കഴിഞ്ഞ് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് തിളച്ച് വന്നപ്പോൾ കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുത്തു. അത് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിക്കാൻ പാടില്ല, കുറച്ച് മറ്റേ കുറുകി പോവുമല്ലോ, അതുകൊണ്ട്. അതൊക്കെ തിളച്ച് വന്നപ്പം ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്തു. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച്, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. ഇടയ്ക്ക് ഉപ്പും മധുരമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഞാനത് ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗ്രേവി എല്ലാം അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മേലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ നമ്മളെ മഞ്ചൂരിയൻ റെഡിയായി. ഇതിൻ്റെ കോമ്പിനേഷന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് ഫ്രൈഡ് റൈസ് ആണ്. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എന്തായാലും ഫുഡ് അടിച്ച് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.